മിഴി നിറയാതെ. അത് മതി സാറേ. പിന്നെ പോലീസ് അന്വേഷണം ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? എൻ്റെ പൊന്നു ദത്തൻ ചേട്ടാ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പോലീസ് അന്വേഷണത്തിന് കൊടുത്തത് ഞാനല്ലേ. അത് ഒതുക്കാനും എനിക്കറിയാം. അതുകൊണ്ട് അതോർത്ത് പേടിക്കണ്ട. പിന്നെ എന്തു വന്നാലും ഇതിന് പിന്നിൽ ഞാനാണെന്ന് ഞാനും താനും അല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. അറിഞ്ഞ വിജയുടെ സ്വരം കാഠിന്യമേറിയതായി. എൻ്റെ നാവിൽ നിന്നും അത് പുറത്തു പോവില്ല. സാറായിട്ട് ആരോടും പറയാതിരുന്നാൽ മതി. ഞാൻ ആരോട് പറയാൻ? ശരി ശരി, ഞാൻ ഏതായാലും അല്പം തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ വന്ന് കണ്ടോളാം. പിന്നെ ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. വിജയ് താക്കീത് നൽകി. പുറത്ത് പാർവതിയമ്മയും പ്രിയയും വിജയെ കാത്തു നിൽക്കായിരുന്നു. അവൻ അവർക്ക് അരികിലേക്ക് നടന്നു. എന്താ മോനെ, പോകുമല്ലേ? പാർവതിയമ്മ ചോദിച്ചു. ഇറങ്ങാം, അവൻ മറുപടി പറഞ്ഞു. അവൻ കാറിൽ കയറി യാത്ര ആരംഭിച്ചു. അങ്ങോട്ടുള്ള യാത്രയിലെല്ലാം പാർവതിയമ്മയുടെ മനസ്സ് നിറയെ തൻ്റെ കുഞ്ഞനുജനായിരുന്നു. അവൻ്റെ മുഖമായിരുന്നു. നിഷ്കളങ്കത വിട്ടുമാറാത്ത ആ മുഖം അവരുടെ മനസ്സിൽ തങ്ങി നിന്നു. അവർക്ക് പറ്റിയൊരു കയ്യബദ്ധം കൊണ്ടാണ് അവനെ കാണാതായത് എന്ന കുറ്റബോധം അവരുടെ മനസ്സിനെ ഉലച്ചു. അവൻ ഈ ഭൂമിയിൽ ജീവനോടെയില്ല എന്നത് ഹൃദയനൊമ്പരമായി അവരുടെ മനസ്സിൽ നിന്ന് വിങ്ങി. ഒന്നാർത്തുളച്ച് കരയണമെന്ന് അവർക്കുണ്ടായിരുന്നു. പക്ഷെ നിശബ്ദമായി തൻ്റെ മനസ്സിൽ അടക്കി വെച്ചു. അവരുടെ മനസ്സിലേക്ക് പ്രതീക്ഷ അവളായിരുന്നു. സ്വാതി ആദ്യ കാഴ്ചയിൽ തന്നെ തൻ്റെ മകൻ്റെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചവൾ. സുന്ദരിയായിരിക്കുമെന്നവർ മനസ്സിൽ ഉറപ്പിച്ചു. യാത്രയ്ക്ക് ശേഷം അവർ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു. മോനെ, എത്താറായോ? ഇനി കുറച്ച് കൂടിയേ ഉള്ളൂ അമ്മേ, അവൻ മറുപടി പറഞ്ഞു. വൈകുന്നേരത്തോടെയാണ് അവർ സ്വർഗപുരത്തെത്തിയത്. അതാണ് വീട്, അവിടേക്ക് വണ്ടി പോകില്ല, വിജയ് പറഞ്ഞു. പുറത്തേക്ക് ആകാംക്ഷയോടെ പ്രിയയും പാർവതിയമ്മയും നോക്കി. ചെറിയ കൽപ്പടവുകൾ പോലെയുള്ള പടികൾ ചെന്നവസാനിക്കുന്നത് പഴയ പ്രതാപം വിളിച്ചോതുന്ന തരത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുഞ്ഞു വീട്ടിൽ. ഓടിട്ട പഴയൊരു തറവാടാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ഇതാണ് സ്വാതിയുടെ വീട്, വിജയ് പറഞ്ഞു. അല്ല, സ്വാതിയുടെ അമ്മയുടെ വീട്, അവൻ തിരുത്തി. അവരകത്തേക്ക് കയറി ചെന്നു. അവൻ പുറത്തെ ഡോർബെൽ അമർത്തി. അകത്തു നിന്നും ഗീത ഇറങ്ങി വന്നു. ഗീത വിജയിയെ കണ്ട് ഭയപ്പെട്ടു. പേടിക്കണ്ട, വഴക്കുണ്ടാക്കാൻ വന്നതല്ല. അയാൾ ഇവിടെ ഇല്ല. ഗീതയുടെ സ്വരം കടുത്തിരുന്നു. ഞാൻ അയാളെ കാണാൻ വന്നതല്ല, സ്വാതിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതാദിയുടെ അമ്മയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്വാതിയുടെ അച്ഛൻ്റെ സഹോദരി. ഗീത അവിശ്വസനീയതയോടെ പാർവതിയമ്മയെ നോക്കി. പ്രൗഢമായ ഐശ്വര്യം തുളുമ്പുന്ന ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഗീതയ്ക്കൊന്നും പ്രത്യേകം ചോദിക്കേണ്ടതായി ഇല്ലായിരുന്നു. കാരണം അവരുടെ മുഖം കാണുമ്പോൾ തന്നെ സ്വാതിയുടെ മുഖത്തേക്ക് നോക്കുന്നത് പോലെ തന്നെയാണ്. സ്വാതിക്ക് പ്രായമായാൽ അവരെ പോലെ ഇരിക്കുമെന്ന് ഗീതയ്ക്ക് തോന്നി. അത്രയ്ക്ക് സാമ്യമായിരുന്നു സ്വാതിയുടെ മുഖവുമായി പാർവതി അമ്മയ്ക്ക്. അതിൽ നിന്നും വിജയ് പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഗീതയ്ക്ക് മനസ്സിലായി. സ്വാതിയെ ഒന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് കാണാമായിരുന്നു, പ്രിയ ആകാംക്ഷയോടെ പറഞ്ഞു. ഞാൻ വിളിക്കാം, ഗീത യാന്ത്രികമായി മറുപടി പറഞ്ഞു. അവർ അകത്തേക്ക് കയറിപ്പോയി. പ്രിയയുടെ മനസ്സിലെ ആകാംക്ഷ നിറഞ്ഞു. താൻ ആദ്യമായി ആദിയുടെ പെണ്ണിനെ കാണാൻ പോവുകയാണ്. അവൻ ജീവനായി സ്നേഹിച്ച പെണ്ണിനെ. അവളുടെ മനസ്സിൽ പല ചിന്തകളും ഉയർന്നു. തനിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സാധിക്കുമോ? അവളെ കാണാൻ താൻ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ഒരു ഭാഗത്തിൽ പറഞ്ഞാൽ തൻ്റെ സ്ഥാനം തട്ടിയെടുത്തവളല്ലേ അവൾ. അവൾ അവളുടെ മനസാക്ഷിയോട് ചോദിച്ചു. അല്ല, തന്നെ ഒരിക്കലും ആദ്യം സ്നേഹിച്ചിരുന്നില്ല. താൻ ഇനി അവനെ ഒരിക്കലും ആ രീതിയിൽ കാണാൻ പാടില്ല. പ്രിയ മനസ്സിനെ താക്കീത് ചെയ്തു. പഴയ പിഞ്ചി ഒരു കോട്ടൺ ചുരിദാർ അണിഞ്ഞ മെലിഞ്ഞ ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്നു. പാർവതിയമ്മ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി. അവരുടെ കൗമാരപ്രായത്തിലെ മുഖം പോലെ. മോളെ, ഒരു തേങ്ങലോടെ അവർ അവളെ വിളിച്ചു. എന്താണ് നടക്കുന്നതെന്ന് സ്വാതിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വിജയ് പറഞ്ഞു, ആര്യയുടെ അമ്മയാണ്. പിന്നെ സ്വാതി അറിയാത്ത, സ്വാതിയോട് പറയാത്തൊരു കാര്യമുണ്ട്. സ്വാതിയുടെ അച്ഛൻ ആദിയുടെ അമ്മാവനാണ്, അതായത് അമ്മയുടെ സഹോദരൻ. സ്വാതി എന്ന ഓർഫനേജിലെ പേരും അഡ്രസ്സും തന്നില്ലേ, അതിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞതാണ് ഈ വിവരം. മനഃപൂർവ്വം പറയാതിരുന്നതാണ് ആദി, സ്വാതിക്കൊരു സർപ്രൈസ് തരാനായി. അപ്പോഴാണ് ആക്സിഡൻറ്റ്. എല്ലാം അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സ്വാതിയെ കാണണമെന്ന് ഒരേ നിർബന്ധം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോയത്. തൻ്റെ കാതുകളെ വിശ്വസിക്കാനാവാതെ സ്വാതി നിന്നു. പാർവതി അമ്മയെ അടുമുടി നോക്കി. അമ്മ അറിഞ്ഞില്ല എൻ്റെ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന്. കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം ഒന്നും എൻ്റെ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. സാരമില്ല, നീ അമ്മയുണ്ടല്ലോ. മോൾ അമ്മയുടെ കൂടെ വരണം. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്, അവർ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. പിന്നെ ഗീതയുടെ അടുത്തേക്ക് തിരിഞ്ഞ് പറഞ്ഞു, എൻ്റെ കുട്ടിയെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാണ്. എതിര് നിൽക്കരുത്. ഇവളും കൂടി പോയാൽ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോകും.
കരഞ്ഞുകൊണ്ട് ഗീത പറഞ്ഞു. അവർ വല്ലാതെ മാറിയിരിക്കുന്നതായി വിജയ്ക്ക് തോന്നി. എങ്കിലും സാരമില്ല, അവൾ പൊയ്ക്കോട്ടെ, രക്ഷപ്പെടട്ടെ. അയാൾ തിരിച്ചു വന്ന ഇനി ഒരിക്കലും സമാധാനമായി ഇവിടെ ജീവിക്കാൻ അവൾക്ക് കഴിയില്ല. വിജയ് നോക്കി അവർ പറഞ്ഞു. ചതിയനായിരുന്നു അയാൾ, ഞാൻ അറിഞ്ഞിരുന്നില്ല. അയാൾ ചതിക്കായിരുന്നു എന്നെ. അയാൾക്ക് തമിഴ്നാട്ടിൽ വേറെ ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു. സാറ് വന്ന് കേസ് കൊടുത്തതിന് ശേഷം അയാളെ കാണാതായപ്പോൾ അവരും കുട്ടി ഇവിടെ അയാളെ തിരക്കി വന്നു. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. ഇനി അയാൾ വന്നാൽ ഞാൻ തന്നെ അയാളെ കൊല്ലും. അതുമാത്രമല്ല, എൻ്റെ അമ്മ അയാൾ കൊന്നതാണെന്ന് സ്വാതി പറഞ്ഞു. അവളോട് അയാൾ പറഞ്ഞിരുന്നു അത്രേ. അതിൻ്റെ പേരിൽ ഞാൻ അയാളുടെ പേര് കേസ് കൊടുക്കും. അയാളെ ഞാൻ ജയിലിൽ കയറ്റും. വിജയ് ഒന്ന് ഭയന്നു. ദത്തനെങ്ങാനും പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ തൻ്റെ പദ്ധതികൾ ആകെ കയ്യിൽ നിന്ന് പോകും. വിജയുടെ മനസ്സിലൊരു ഭയം നിറഞ്ഞു. അന്ന് സ്വാതി മുത്തശ്ശിയെ അയാൾ കൊന്ന വിവരം പറഞ്ഞപ്പോഴും അത് കേസിൽ ചേർക്കാതിരുന്നത് അയാളെ പോലീസ് പിടിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. തനിക്ക് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അയാളിപ്പോൾ പുറത്തു വേണം. വിജയ് മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടത്തി. സ്വാതിയെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയെല്ലാം ഈശ്വരന്മാർ എനിക്ക് തന്നു കഴിഞ്ഞു. എൻ്റെ മോളിൽ കൂടിയും ഭർത്താവിൽ കൂടിയും. ഗീത ആരോടെന്നില്ലാതെ പറഞ്ഞു. ഇതുപോലൊരു ചതിയനെയാണ് ഞാൻ ഇത്ര വർഷം എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. ഗീത വിജയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കണക്കുകൂട്ടലുകളെല്ലാം താൻ കരുതുന്നിടത്ത് നിന്ന് മാറിപ്പോകുന്നതായി വിജയ്ക്ക് തോന്നി. ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഗീത അകത്തേക്ക് പോയി. പാർവതിയമ്മ സ്വാതിയുടെ കയ്യിൽ പിടിച്ച് അവരുടെ അടുത്തായി അവളെ ഇരുത്തി. മോൾ അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ? പാർവതി സ്വാതിയെ നോക്കി ചോദിച്ചു. ഞാൻ എന്തു പറയാനാ അമ്മേ? ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ആരുമില്ലെന്ന് കരുതി എനിക്ക് ഇപ്പോൾ എല്ലാവരും ഉണ്ടെന്ന്. ഒരു കണ്ണുനീരോടെ അവൾ അവരുടെ കയ്യിൽ പിടിച്ചു. അപ്പോഴേക്കും ഒരു ട്രേയിൽ നിറയെ ചായയുമായി ഗീത വന്നു. അവർ അതെല്ലാവർക്കും പകർന്നു നൽകി. എൻ്റെ കൂടെ വരില്ലേ മോള്? പാർവതിയമ്മ സ്വാതിയോടായി ചോദിച്ചു. അവൾ അനുവാദത്തിനായി ഗീതയെ നോക്കി. പൊയ്ക്കോ, അതാണ് നല്ലത്. ഗീത അനുവാദം നൽകി. എടുക്കാനുള്ളതൊക്കെ എന്താണെന്ന് വെച്ചാൽ വേഗം എടുത്ത് പാക്ക് ചെയ്യ്. ഞാനും ഹെൽപ്പ് ചെയ്യാം, പ്രിയ പറഞ്ഞു. ഞാൻ പ്രിയ, ആദ്യയുടെ ഫ്രണ്ടാണ്. അവൾ സ്വയം പരിചയപ്പെടുത്തി. സ്വാതി ഹൃദ്യമായൊരു പുഞ്ചിരി നൽകി. നാട്ടിൻ പുറത്തെ എല്ലാ നിഷ്കളങ്കതയും അടങ്ങിയ ഒരു പെൺകുട്ടിയാണ് അവളെന്ന് പ്രിയയ്ക്ക് തോന്നി. ഒരിക്കലും അവളെ സങ്കടപ്പെടുത്താൻ പാടില്ല. ചെല്ലുമോളെ, ചെന്നെടുക്കാനുള്ളതൊക്കെ എടുത്തു വയ്ക്ക്, ഗീത അവളോട് പറഞ്ഞു. അവൾ തലകുലുക്കി അകത്തേക്ക് നടന്നു. ഒപ്പം പ്രിയയും. സ്വാതി മുറിയിൽ പോയി ഒരു ചെറിയ ബാഗിൽ സാധനങ്ങൾ എടുത്തു. ആദ്യം അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയും പിന്നീട് മുത്തശ്ശിയുടെ ഒരു പഴയ മുണ്ടും നേരിയതും. ഇതാണോ സ്വാതിയുടെ അച്ഛൻ? അവൾ ബാഗിലേക്ക് എടുത്തു വെച്ച ഫോട്ടോയിൽ നോക്കി പ്രിയ ചോദിച്ചു. അതെ, അവൾ സൗമ്യമായി മറുപടി നൽകി. പ്രിയ ഫോട്ടോയിലേക്ക് നോക്കി. ആ ഫോട്ടോയിലെ വ്യക്തിക്ക് ആദിയുടെ അതേ മുഖമായിരുന്നു. അവൾക്ക് അത്ഭുതം തോന്നി. അതുകൊണ്ടായിരിക്കും സ്വാതിക്ക് പാർവതിയമ്മയുടെ മുഖഛായ വന്നതെന്ന് അവൾ ഓർത്തു. ആദി വാങ്ങിക്കൊടുത്ത കുറച്ച് നല്ല ഡ്രസ്സുകൾ എടുത്ത് സ്വാതി ബാഗിൽ വെച്ചു. അവൾക്ക് അധികം ഡ്രസ്സുകളൊന്നും എടുത്തു വെക്കാനില്ല എന്ന് പ്രിയ ഓർത്തു. പ്രിയയ്ക്ക് അവളെക്കുറിച്ച് ഓർത്തപ്പോൾ സങ്കടം തോന്നി. ഈ പ്രായത്തിൽ തനിക്ക് 2 അലമാര നിറച്ചുള്ള ഡ്രസ്സുകളായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇപ്പോഴും ഒരു ഡ്രസ്സ് ഇഷ്ടമായില്ലെങ്കിൽ ഉടനെ അത് കളയുക, ശേഷം പുതിയത് വാങ്ങാം. ഇഷ്ടമുള്ള ഡ്രസ്സും ആഭരണങ്ങളും ഇടാൻ കൊതിക്കുന്ന പ്രായമാണിത്. പക്ഷേ 3-4 ഡ്രസ്സുകൾ മാത്രമേ അവൾക്കുള്ളൂ. അവളെക്കുറിച്ച് ഓർത്തപ്പോൾ പ്രിയയ്ക്ക് സഹതാപം തോന്നി. തീർച്ചയായും ആദ്യ വിവാഹം കഴിക്കേണ്ടത് ഇവളെ തന്നെയാണെന്ന് പ്രിയ മനസ്സിലോർത്തു. സ്വാതി റെഡിയായിക്കോളൂ, ഞാൻ പുറത്തു നിൽക്കാം. അത് പറഞ്ഞ് പ്രിയ മുറിക്ക് പുറത്തുപോയി. അവളുടെ ബാഗും എടുത്തിരുന്നു. ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ അവൾ കുറച്ചു നേരം കണ്ണാടിയുടെ മുൻപിൽ നിന്നു. പക്ഷെ ആദിയെ കാണാനുള്ള ആഗ്രഹം അവളുടെ മനസ്സിനെ വല്ലാതെ കൊതിപ്പിച്ചിരുന്നു. അതിനായി പോകാൻ അവൾ തയ്യാറായി. പെട്ടെന്ന് തന്നെ അപ്പുവിനോട് യാത്ര പറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെയാണ് ഗീത അവളെ യാത്രയാക്കിയത്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഗീത അവളെ സ്നേഹിക്കുകയായിരുന്നു. ഇത്ര വർഷം അവൾക്ക് നൽകാത്ത സ്നേഹവും കരുതലും നൽകുകയായിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ടു പോയ അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു സ്വാതിക്കും. ജീവിതത്തിൽ ആദ്യമായി ആ വീട്ടിൽ നിന്നും പോകുന്നതിൽ
അവളുടെ മനസ്സിൽ ഒരു സങ്കടം തോന്നി. ഞാൻ വരും, എന്താണെങ്കിലും ഞാൻ വരും, വല്യമ്മ വിഷമിക്കേണ്ട. ഗീതയുടെ കയ്യിൽ പിടിച്ച് അത് പറഞ്ഞാണ് അവൾ യാത്രയായത്. കാറിൽ പാർവതി അമ്മയോടൊപ്പം പിൻസീറ്റിലായിരുന്നു ഇരുന്നത്. പോകുമ്പോൾ അവൾ പാർവതി അമ്മയോട് പറഞ്ഞു, എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, അവളോട് യാത്ര പറയണമെന്നുണ്ടായിരുന്നു. അതിനെന്താ മോളെ, നമുക്ക് യാത്ര പറയാം. കൂട്ടുകാരിയുടെ വീട് ഇവിടെ അടുത്താണോ? ആണെങ്കിൽ വിജയ് ഇപ്പോൾ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. മോള് വഴി പറ. എനിക്ക് വേണിയുടെ വീട്ടിലൊന്ന് കയറിയേ കൊള്ളാമായിരുന്നു, അവൾ വിജയോട് പറഞ്ഞു. വിജയ് വണ്ടി വേണിയുടെ വീട്ടിൻ്റെ വിട്ടു. വീടിന് മുന്നിൽ കാറ് നിർത്തി. സ്വാതി പോയി പറഞ്ഞിട്ട് വരൂ, ഞങ്ങളിവിടെ നിൽക്കാം, വിജയ് പറഞ്ഞു. അവൾ വേണിയുടെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്രതീക്ഷിതമായി സ്വാതിയെ കണ്ട് വേണിയൊന്ന് പകച്ചു. എന്താടാ, നീ എവിടെ പോവാ? അയാളെ വരികയോ മറ്റോ ചെയ്തോ? വേണി പേടിയോട് ചോദിച്ചു. ഇല്ല, ഞാൻ നിന്നെ അമ്മയും കാണാൻ വേണ്ടി വന്നതാ. അമ്മയും അച്ഛനും എവിടെ? രണ്ടുപേരും ഇവിടെ ഇല്ല, ടൗണിൽ വരെ പോയിരിക്കുക. കുറച്ചു നേരം കഴിയും വരാൻ. നീ കാര്യം പറ, എനിക്ക് ടെൻഷനാകുന്നു. സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ അവൾ പറഞ്ഞു. ഞാൻ പോവുക തിരുവനന്തപുരത്തേക്ക്. കാറിൽ എല്ലാവരും ഉണ്ട്. യാത്ര പറയാനാണ് വന്നത്. വേണിയുടെ മുഖത്ത് വിഷമം നിറഞ്ഞു. എന്നെ കളഞ്ഞിട്ട് നീ പോവാണോടി? വേണി അവളോട് സങ്കടത്തോടെ ചോദിച്ചു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീഴുന്നുണ്ടായിരുന്നു. സ്വാതി വേണിയെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും കുറേ നേരം അങ്ങനെ നിന്നു. രണ്ടുപേരും കരയുകയായിരുന്നു. കുട്ടിക്കാലം മുതലേ ഉള്ള സൗഹൃദമാണ് രണ്ടുപേരും തമ്മിൽ. എന്നും സ്വാതിക്ക് ഒരു ആശ്വാസമായിരുന്നു വേണി. കണ്ണുകൾ തുടച്ചുകൊണ്ട് വേണി പറഞ്ഞു, സാരമില്ല, നീ പൊയ്ക്കോ, അതാ നല്ലത്. ഒന്നുമില്ലെങ്കിലും ആദ്യയുടെ അടുത്തേക്കല്ലേ നീ പോകുന്നത്? അവിടെ നീ സുരക്ഷിതയായിരിക്കും. മാത്രമല്ല, നിന്റെ അച്ഛൻ്റെ സഹോദരിയല്ലേ ചേട്ടൻ്റെ അമ്മ. അതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കേണ്ടി വരില്ല. അവിടെ സമാധാനമായി കഴിയാം. അച്ഛനും അമ്മയും വന്നു കഴിയുമ്പോൾ ഞാൻ പറയാം. നിനക്ക് അച്ഛൻ്റെ നമ്പർ അറിയാലോ. അവിടെ ചെന്നിട്ട് നീ വിളിച്ചു പറയണം, അഡ്രസ്സ് തരണം. ഞങ്ങൾ നിന്നെ കാണാൻ അവിടേക്ക് വരും. വേണി ഉറപ്പ് കൊടുത്തു. കാറിൻ്റെ അടുത്ത് വരെ വേണി അവളെ അനുഗമിച്ചു. അവൾ കയറി മൂകമായി ഒരിക്കൽ കൂടി വേദനയോടെ യാത്ര പറഞ്ഞു. പാർവതിയമ്മയെ നോക്കി വേണി പുഞ്ചിരിച്ചു. വിജയ് ഒരിക്കൽ കൂടി വേണിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയൊരു മുഖമായിരുന്നു അത്. വിജയ് ഒരു പുഞ്ചിരി നൽകി. വേണി തിരിച്ചു. കാർ ദൂരെ ആകുന്നത് വരെ സ്വാതി കാറിന് പുറത്തേക്ക് നോക്കി. വേണിയെ കൈകാണിച്ചുകൊണ്ടിരുന്നു. കാർ അകന്നു പോകുന്തോറും വേണിയുടെ മനസ്സിൽ ദുഃഖം കൂടുകയായിരുന്നു. ഒന്ന് പൊട്ടിക്കരയാനായി അകത്തേക്ക് അവൾ ഓടിപ്പോയി. അവൾക്ക് വല്ലാത്തൊരു ഏകാന്തത തോന്നി. ഓർമ്മ വെച്ച കാലം മുതൽ ഉള്ള സൗഹൃദമാണ്. സ്വാതിയുമായി ഒരു കൂട്ടുകാരിയായിരുന്നില്ല അവൾ, തനിക്ക് സഹോദരിയായിരുന്നു. അവളുടെ സങ്കടങ്ങൾ പറയാനുള്ള ഒരു ആശ്വാസമായിരുന്നു. എങ്കിലും സ്വാതി രക്ഷപ്പെട്ടു എന്ന് ആശ്വസിച്ചു. അങ്ങോട്ടുള്ള യാത്രയിലെല്ലാം സ്വാതി മൗനമായിരുന്നു. അവളുടെ മനസ്സിൽ കഴിഞ്ഞ കാലങ്ങളായിരുന്നു ഒരു നിമിത്തം പോലെ ആദ്യം കണ്ടതടക്കം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. ഇടയ്ക്ക് വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ പാർവതിയമ്മ നിർബന്ധിച്ച് അവളെ ഭക്ഷണം കഴിപ്പിച്ചു. ശ്രീമംഗലത്ത് എത്തിയപ്പോഴേക്കും ഒരുപാട് രാത്രിയായിരുന്നു. പാർവതിയമ്മയുടെ മടിയിലേക്ക് ചാഞ്ഞ് സ്വാതി ഉറക്കമായിരുന്നു. മോളെ എഴുന്നേൽക്ക്, വീടെത്തി, പാർവതിയമ്മ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ പതിയെ കണ്ണു തുറന്നു. ശ്രീമംഗലം തറവാട്ടിലേക്ക് നോക്കി. ആദ്യ പറഞ്ഞ കഥകളിലൂടെ അവൾക്ക് പരിചിതമായ ശ്രീമംഗലം തറവാട് അവൾ നേരിട്ട് കാണുകയായിരുന്നു. ആഠ്യത്വത്തിൻ്റെയും പ്രൗഢിയുടെയും പ്രതീകമായി അത് തല ഉയർത്തി നിന്നു. അവളുടെ മനസ്സ് തുടികൊട്ടി. ആദ്യം കാണാനായി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.